വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് പ്ലേസാണ് തമിഴിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം സമയം 2:20. ഞങ്ങൾ ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇനി നമ്മൾ കാറിനകത്തോട്ടില്ല ട്രാവലറിനകത്തോട്ട് കയറ്റുകയാണ്. ഓക്കെ ഓൾറെഡി ആണോ കൊടൈക്കനാലൊക്കെ കാണാനാ പുഞ്ചിരി നോക്കുക. സോ അമ്മച്ചി എന്താണ് പറയാനുള്ളത്? അതാണ് ദൈവത്തിന് സ്തോത്രം വൈബിലാണ് അമ്മച്ചി. സോ ലെറ്റ്സ് സീ യു ഗൈസ്. ബൈ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ എവിടെ സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കാണാം. ചേട്ടൻ്റെ ഇഡ്ഡലിയും കേസ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പം സിൽവർ കാസ്കേഡ് പാർക്ക് എന്ന് പറഞ്ഞതിനകത്ത് ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിരിക്കുകയാണ്. Guys, finally we arrived at our resort, Lilies Valley Resort. So ഇന്ന് മൊത്തം ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഒരുമാതിരി നല്ല തണുപ്പുണ്ട് ഇവിടെ. സ്വെറ്ററൊന്നും ഇടാതെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ സ്വെറ്റർ ഇടേണ്ട അവസ്ഥ വരും. നല്ല ആവശ്യത്തിന് തണുപ്പുണ്ട് ഇപ്പോൾ. ഗൈസ് നമ്മുടെ ആശുപത്രിയൊക്കെ നടന്നു വരുന്നുണ്ട്. എന്താ പറയാനുള്ള ഇഷ്ടപ്പെട്ടാ? നല്ല തണുപ്പുണ്ട്. എത്ര 21 degrees Celsius something like that. So let's get into it. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. Guys, 27 degree. Oh bro, seriously. എന്നിട്ട് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി പാഞ്ഞോണ്ട് വന്നിരിക്കുകയാണ്. ലില്ലീസ് വാലി കൊടൈക്കനാൽ മൗണ്ടൻ കാസിൽ. നമുക്കിനടുത്ത് സ്റ്റേ ചെയ്യാനുള്ള റൂംസും കാര്യങ്ങളും നോക്കാം. കുതിരപ്പുറത്തിരിക്കുന്ന നമുക്ക് നമ്മളിനി സ്റ്റേ ചെയ്യാനുള്ള റൂംസൊക്കെ നോക്കാനായിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ അവിടെ നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. ഗാർഡൻ ആണെങ്കിലും മൊത്തത്തിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. തുള്ളിക്കളിക്കുന്ന ഞങ്ങളങ്ങനെ ഡേ 1 ഓഫ് കൊടൈക്കനാൽ ട്രിപ്പ് ഇസ് ഗോണ ബിഗിൻ. ഹായ് വരാ അമ്മേ, ഹായ് വരാ. ലോകത്തെ സ്റ്റുഡിയോ എല്ലാ എസ്ത്രിക ഔട്ട്ഫിറ്റിലുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് നമ്മളൊരു റൂം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ അനുസരിച്ച് നമ്മുടെ അത് ശരിയായില്ല. അപ്പോൾ നമ്മൾ വേറൊരു മുറിയിലാണ്. അതിന് മുമ്പ് ഫുഡ് കഴിക്കാം. എന്തായിരിക്കും ഫുഡ് കഴിക്കാൻ അതിൽ കൊള്ളാതുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചനുസരിച്ച്, അതായത് പിള്ളേർക്ക് റിസോർട്ട് ആകുമ്പോഴത്തേനും ബാത്ത് ടബും സ്വിമ്മിംഗ് പൂളും ഒക്കെ വേണ്ടേ. അതുകൊണ്ട് ഇതില്ലാത്തതിൻ്റെ വശമാണ് ഈ കാണുന്നത്. ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെട്ടിയാർ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്ക് പോയി. അമ്മച്ചിയാണ് ഏറ്റവും ഇവിടുത്തെ പട്ടൂട്ടി വൈബ്. ക്യൂട്ടി പട്ടൂട്ടി ഏത് വൈബ്? ചെട്ടിയാർ പാർക്കിനാണ്. അതിനിടയ്ക്ക് ഇവിടെ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ആയി മുത്ത് വന്നു. അപ്പോൾ അവൾക്കൊരു സാധനം കിട്ടി. കൊടയിലേക്ക്
നമ്മുടെ കൊടയിലേക്കിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡാർക്ക് ചോക്ലേറ്റും വർക്ക് ചോക്ലേറ്റും കുറേ നാട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് അങ്ങനെ കുറേ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അണ്ണാച്ചി കുറേ വെയിറ്റ് എടുക്കുന്നു, പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്യാൻ തരുന്നു, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൽബർട്ട് കുര്യൻ ബിജു ഒരു തവളക്കുട്ടിയൊക്കെ വാങ്ങിക്കുക. ചാപ്പുകുട്ടൻ്റെ തവള നമ്മൾ കടയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഗെയിം സോൺ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട് കയറുകയാണ്. ഗെയിംസും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഒരു മുളക് ബജി ചായ കുടിക്കാനായിട്ട് വന്നിട്ടാണ്. എന്നെ കൂടെ തിന്നുന്നു സൈക്കിൾ മുളക് ബജി. അതെ അതെ 16 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. എല്ലാം ഒരു സങ്കല്പന മാത്രം. അല്ല ഞാൻ ഇവിടെ കണ്ടുകൂട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നതാണ് എനിക്ക് പ്രതീക്ഷ. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് തണുപ്പ് കൂടുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, രോമാഞ്ചമൊക്കെ വരുന്നത്. അവിടെ പൈസ കൊടുത്തവിടെ നിന്ന് നമുക്ക് വ്യൂ പോയിന്റ് അവിടെ ഫോട്ടോ എടുക്കാം. Guys, it's literally freezing point temperature. I mean it's 21 degrees something. Guys, it's actually cold. Still it's there. But we're gonna stop from here and let's take some pics. Let's see you guys in next spot. Today's experience at Kodaikanal. Day 1 of സൂപ്പർ ആയിട്ട് ഉഞ്ഞാലെയാണ്. ഇത്രയല്ല പറയേ. ഇന്ന് എവിടൊക്കെ പോയി? നമ്മള് മൂന്നാറ് പോയി. കൊടൈക്കനാല് പോയി. നീ വേറെ, ഞാൻ പറയൂല. വെള്ളച്ചാട്ടം കണ്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ 3 പേരുടെയും പ്രശ്നം. ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുവാണ്. രണ്ടാമത്തെ ദിവസം കാണുന്നത് വരെ സൈനിങ് ഔട്ട്. ബൈ.
നമ്മൾ ഈ ഗുഹയുടെ ഈ വഴികൾ കയറിയാ നമുക്ക് ആദ്യം നിൽക്കുന്നത് ഫോർട്ട് നമ്മളിലേക്കാം. Okay, let's go. So let's begin the day 2 of Kodaikanal vlog. That's it. So breakfast എല്ലാം done ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചില്ല. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. So let's see അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ. എല്ലാം റെഡി ആണ് ഗൈസ്. സെക്കൻഡ് ഡേ ഓഫ് കൊടൈക്കനാൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊടൈക്കനാലല്ല വേറെ സ്ഥലം. കൊടൈക്കനാലാണ്. ഇന്നാണ് ഗൈസ് നമ്മൾ ഗുണ കേവ്സ് ഒക്കെ പോകുന്നത്. അപ്പം നമുക്ക് കാണാം. ഗുണാക്കേലല്ല ആൽബർട്ട് ഇനി അലീസ കുഞ്ഞിൻ്റെ അടുത്ത് പോവാ. അലീസ റെഡിയാണോ ഇന്ന് പോവാനായിട്ട്? അല്ല അല്ല അല്ലേ റെഡി അല്ലേടാ? കുട്ടികളെ ഇതാണ് അലീസ. ഞാൻ വന്നപ്പോ തന്നെ എന്നെ കാണിച്ചു. അലീസയുടെ ഒരു അലീസ കുഞ്ഞായിരുന്നു ഞങ്ങളുടെ MBOCയുടെ ക്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാനൊരു 2 ദിവസമേ ഉള്ളൂ തിരുവനന്തപുരത്ത് വന്നിട്ട്. അപ്പം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ടൂറിസ്റ്റ് വൈബ് സ്റ്റാർട്ട് എടുത്തു പോകാം. അപ്പൊ എന്താ പറയാനുള്ള കൊടൈക്കനാൽ ശരിയാണ്. ഓക്കെയാ എന്തിനും പറ. നല്ല യാത്ര. അതെ അതെ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ ലെറ്റ്സ് ഗോ. ഹായ് ഗൈസ്, നമ്മളിപ്പം ഇവിടുത്തെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുത്തെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അങ്ങനെ അമ്മച്ചി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റേ? ഈ റിസോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് അമ്മച്ചി ഏറ്റവും വലിയ വിഷയം. അമ്മച്ചി ഉറക്കുന്നുണ്ട്. നാളെ നമ്മളിപ്പോൾ ഈ റിസോർട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏബിൾ ഇരിക്കുന്നതിനോട് മൊത്തത്തിൽ ഒരു നല്ല വിൻറ്റേജ് സാധനമാണ് ഈ റിസോർട്ട്. ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രാവലറാണ് വന്നത്. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ സ്പോട്ടിലോട്ട് പോവുകയാണ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടെ ഒരു ഫുഡ് കഴിക്കുകയാണ്. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് അംഗനവാടി ഉണ്ട്, പക്ഷെ കുഞ്ഞൂസ് പോകത്തില്ലെന്ന് എനിക്കറിയാം. ഇതാണ് ഏബിളിനൊരു ക്യൂബ് അയച്ചു. ആഗി ഇതിന്റെ സൂപ്പർ സ്പൈഡർമാൻ ഒന്ന് കാണിച്ചു. അലീസ കുഞ്ഞിന് ഒരു ഫ്രൈഡ് റൈസ്. ഞങ്ങൾ എടപ്പേല റോക്ക് കാണാൻ പോവുകയാണ്. വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഇവിടെയാണ് ഇന്റർനാഷണൽ ഗോൾഫ് കളികൾ വരെ നടക്കുന്നത്. നമുക്ക് സ്ട്രെയിറ്റ് പോവാം. അമ്മയാണ് ഏറ്റവും വലിയ ചാട്ടക്കാരി. അതായത് മരം കയറ്റവും മല കയറ്റവും ഒക്കെ. അപ്പം അമ്മ അങ്ങോട്ട് നേരെ പോയിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് ഓഫ് ഫുഡ് കിട്ടിയാവും. നമ്മൾ അതിൻ്റെ മേളിൽ ഇരിക്കുകയാണ്. നമുക്കറിയത്തില്ല എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്. ആക്ച്വലി നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്തപ്പോഴത്തേനും ഒരു 28 കാണിക്കുന്നു. ഇറ്റ്സ് എക്സാക്ട്ലി റോങ് ബിക്കോസ് ഇറ്റ്സ് മോർ ദാൻ കോൾഡ് ദാൻ 20 ഡിഗ്രി സെൽഷ്യസ്. നടന്ന് കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ച് ലൊക്കേഷൻ വെച്ച് സമയത്ത് ഇവിടെ പോയി. ആലവിടെ കിടന്ന് ഇവിടെ നോക്കാം. എല്ലാവരും ഇവിടെ ഉണ്ട്. വേറൊരു മൂലയിൽ നിന്ന് നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് അവിടെ ബാക്കി. കുരങ്ങനൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഓരോരുത്തർക്ക് മലയണ്ണാനൊക്കെ കണ്ടു കേട്ടോ. പില്ലർ റോക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ഗ്ലാസ് നമുക്ക് നേരെ നമ്മൾ കണ്ണാടി ആയി ഒരു കണ്ണാടിയൊക്കെ എടുത്തു. നല്ല കൂളായിട്ടുണ്ട്. നോക്കടേക്ക്
ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫിയിലും കഴിഞ്ഞു. ആഗ്യത്ത് ഒരു പുതിയ കൂൾ ഗ്ലാസ് വാങ്ങിച്ചു. ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജിൽ കൂടെ സ്ട്രെയിറ്റ് പോയാൽ സംതിങ് എൽസ് യു കൻ സീ. സോ ലെറ്റ്സ് ഗോ. ഇവിടെ കൂടെ നമ്മൾ പോയാൽ ആക്ച്വലി വഴി ഇങ്ങനെ മല ഒരു താണ്ട് ഈ കുരങ്ങച്ചൻ എന്ത് കാണിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. വേറെ 2 കുരങ്ങന്മാർ അതിൻ്റെ ഇടയിൽ പോയി എവിടെ പോയാലും ഉണ്ട്. നമ്മുടെ MCCക്ക് അകത്ത് വന്നാലും ഉണ്ട്. കാണ്ട് കൊച്ചെറ എടാ അവനെല്ലാം മനസ്സിലാവും കേട്ടോ. We finally found a pillar rock 1 kilometer. നമ്മൾ കുറച്ച് പച്ചമാങ്ങയും അങ്ങനെ സാധനങ്ങളൊക്കെ പച്ചമാങ്ങ. യെസ്, finally we reached our dream destination. I mean the Guna Caves. ഗൈസ് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 10 ഗൈസ് അറിയാൻ വേണ്ടി. സ്നേഹപ്രവർത്തിക്കായിട്ട് ഒരു പച്ചമാങ്ങ വാങ്ങിച്ചു. ഒരു പീസിന്റെ അത് കുരങ്ങൻ അടിച്ചു മാറ്റാൻ നോക്കി. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിശൂന്യമായ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേനും കുരങ്ങൻ ഫോണിലാണ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞാണ് മനസ്സിൽ പറഞ്ഞത് പച്ചമാങ്ങ ഇരിക്കുന്ന നമ്മളെ താഴെ ഇടാൻ. പക്ഷെ ഇട്ടില്ല. ഫുഡ് ഐറ്റംസ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുരങ്ങൻ ചപ്പാത്തി ആക്ച്വലി എൻ്റെ കാലിൽ 2 മാന്തലിട്ടുണ്ടായിരുന്നു. അതെടുക്കാം. ആ സ്ഥലത്ത് എക്കോയും വേളൊക്കെ കേൾക്കാം. സത്യം പറഞ്ഞാൽ നല്ലൊരു മഞ്ഞുമൽ വൈബ് പിടിക്കും. ഈ കാണുന്ന മഞ്ഞുമൽ ഗേറ്റിന് അപ്പുറത്ത് കടന്നു പോയിട്ടാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ആൾക്കാർ പോയത്. ആക്ച്വലി മഞ്ഞുമൽ ബോയ്സിനകത്ത് കാണിക്കുന്ന ഗ്രില്ലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറമാണ് ആക്ച്വലി അമ്മമാർ പോയെന്നാണ് എൻ്റെ വിശ്വാസം. ഗ്രില്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താന്ന് പറയും കാടാണ്. നമ്മൾ മല കയറിയതിൽ കൂടെ പോകണം. ഈ ഗ്രില്ലൊക്കെ നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണുന്നത്. ഗ്രില്ലിനകത്ത് എന്ത് വ്യൂ ആണ്. ഇതിനകത്തോടൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ ഗ്രില്ലാണെങ്കിൽ കാടായിട്ട് കിടക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇനി നമ്മൾ റിസ്ക് ആവാത്ത, അതായത് അവിടെ എല്ലാം ഫുള്ളി ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ കൂടെയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് ചെറുക്കന്മാരെ യാത്ര. ആക്ച്വലി പ്രത്യേകിച്ച് ഓവറേറ്റഡ് ആക്ച്വലി കൊടൈക്കനാൽ മീൻസ് ലൈക്ക് ഗുണ കേവ്. ആ മഞ്ഞുമൽ സിനിമ വന്നതിന് ശേഷം അതങ്ങ് ഭയങ്കര പോപ്പുലറായി. അപ്പോഴത്തേനും ഇവിടെ വരുന്ന ആൾക്കാർ കൂടി അതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി. ഇതൊക്കെയാണ് മെയിനായിട്ട് കൊടൈക്കനാലിന് ഇത്ര ഹൈപ്പ് കൊണ്ടെടുത്തായിട്ടുള്ള കാര്യം. സോ ബേസിക്കലി ഗുണ കേവ് ആണ് ഇതിൻ്റെ മെയിൻ സ്പോട്ട്. ആൾക്കാർ തേടി പിടിച്ചത് ബിക്കോസ് അത്ര ക്രൗഡഡ് ആണ് ഇവിടെ എപ്പോൾ വന്നാലും. സോ ലെറ്റ്സ് സീ സം വാലി വ്യൂ സംതിങ് എന്തോ പറഞ്ഞ് എന്തോ ആ പേര് കിട്ടുന്നില്ല. അവിടെ പോയിട്ട് അടുത്ത ബിരിയാണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ റിസോർട്ടിലോട്ടൊക്കെ പോകാം. അമ്മച്ചി തണുപ്പ് പറഞ്ഞാൽ കൂടെ കൈയൊക്കെ ഇങ്ങനെ ആശീർവദിക്കും. Guys, please be seated. It's so cold, guys. It's so cold. ഞാനും ആബക്കുട്ടിനും സീസ കളിക്കുന്ന അലീസ കുഞ്ഞ്. അലീസയുടെ വെയിറ്റിനകത്ത് താങ്ങാത്തതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് സ്റ്റൈല് കാണും. So we're gonna vacate from this resort. Honestly, we had fun in campfire. It's nice actually. That is so cute. രാത്രിയിൽ ഇത്ര നല്ല ബ്യൂട്ടിയില്ല. നല്ല ഭാഗ്യമുള്ള
എന്നുവെച്ചാൽ ബാക്കിയോടുള്ള വില്ലാസിനൊക്കെ സ്വന്തമായിട്ട് അവർക്ക് ഇത്രയും കോട്ടയാട് അവർക്കില്ല. പക്ഷേ ഇവിടെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണി വ്യൂ ഇന്നലെ രാത്രിയിൽ ഇത്ര ഭംഗി ആക്ച്വലി ഇല്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല രാവിലെ ആകുമ്പോഴാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ വരുന്നത്. ഇവിടെ ഒരു സൈഡിൽ ഇരുന്ന് ബ്രെഡ് കൊള്ളാടാ. മൊത്തത്തെ ഒരു നല്ലൊരു ഇതാണ്. ഇതൊക്കെ എന്താ ചെടിയാന്ന് പറഞ്ഞത്, എന്ത് രസം ഇതൊക്കെ. നമുക്ക് പൂണ്ടി എന്ന് പറഞ്ഞിട്ട് ഷീപ്പ് ഫാമും കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് നോക്കാണ്ടിരിക്കുകയാണ്. കണ്ടോ പറഞ്ഞില്ലാണ് ചെമ്മരിയാട് നമ്മൾക്ക് സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചതാണ്. എങ്ങനെ ഉണ്ടെന്ന് പറയണം. സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചത് നമ്മുടെ കൈയാണ് സെൽഫി സ്റ്റിക്ക്. കൊടൈക്കനാൽ ഇപ്പം മഴയൊക്കെയാണ്. നമ്മൾ ഊട്ടിയുടെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വേറൊരു സ്ഥലം വരെ വന്നതാണ്. ഫുള്ള് മഴയാണ്. എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. തണുത്ത് വിറച്ചുകൊണ്ട് മഴയത്ത് നമ്മളിങ്ങനെ നടന്ന് പോകണം. നടന്ന് നമ്മളിവിടെ ഒരു എത്തി. നല്ല മഴയുണ്ട്. രക്ഷയില്ല. വാഗമൺ മൂന്നാറൊക്കെ തോറ്റു പോകും ഗൈസ്. മഴയത്ത് നമ്മളിന്ന സൈഡിൽ ഷീപ്പിന്റെ ഒരു ഫാമായിട്ട് ചുമ്മാ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മുടെ ഷീപ്പ് കണ്ടു തൊട്ട് ഗൈസ് തൊട്ടു. ഇപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് പോകത്തായത്. ആക്ഷൻ ലൈൻസ് ആയിരുന്നില്ലേ നല്ല സൗണ്ട് ഒക്കെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ. മറ്റേ ഫാമിലും കാര്യങ്ങളൊക്കെ പോയി നമ്മളിവിടെ അടുത്തായിട്ടൊരു മലയാളി റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. മലയാളി റെസ്റ്റോറൻറ്റ് എന്താ പറയുക. കൊടൈക്കനാൽ ട്രിപ്പ് അങ്ങനെ ഇന്നത്തെ ഡിന്നറോടുകൂടി അവസാനിക്കുകയാണ്. സോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ പോയി. അപ്പം കോർപ്പ് പിന്നെ ഇഡ്ഡലി